നാട്ടിൽ നിന്ന് ജർമ്മനിയിലേക്ക് വരുമ്പം ജീവിതം സെറ്റായെന്ന് പറഞ്ഞ് ചിന്തിച്ചു വരുന്ന ആൾക്കാരാണ് മിക്കവരും. എന്നാൽ ജർമ്മനിയിൽ ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് വന്ന് ഇവിടെ നിന്നൊരു ജോലി കണ്ടുപിടിച്ച് സ്വന്തം കാലിൽ നിൽക്കുമ്പോഴത്തേന് അതിൻ്റെ പുറകിലുള്ള ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ്. ഒരു സ്റ്റുഡൻ്റായി ഇവിടെ വന്ന് ആ ബുദ്ധിമുട്ടുകളെല്ലാം തരണം ചെയ്ത് ഒരു ജോലി കണ്ടുപിടിച്ച ഒരാളാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. അപ്പം ആ ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരിട്ടറിയാം യൂറോപ്യൻ സഞ്ചാരിയുടെ പുതിയൊരു വീഡിയോയിലൂടെ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ്, എൻ്റെ പേര് അജിൻ. ഞാൻ നാട്ടിൽ കൊല്ലമാണ് സ്ഥലം. ഞാൻ 2022 ജർമ്മനിയിൽ വന്നു. ബെർലിനിലായിരുന്നു ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്തത്. ഇപ്പോൾ ഫ്രാങ്ക്ഫർട്ടിൽ ഒരു ഫുൾ ടൈം എംപ്ലോയി ആയിട്ട് ജോലി ചെയ്യുന്നു. അജിനൊരു സ്റ്റുഡൻ്റ് ആയിട്ട് ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞു. അപ്പോൾ അജിൻ്റെ ഫാമിലിയുടെ എക്സ്പെക്റ്റേഷൻസ് എന്തായിരുന്നു ജർമ്മനിയിലേക്ക് വരുന്നതിന് മുന്നേ? അത് നാട്ടിൽ പൊതുവേ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഇവിടെ ഇന്ത്യ എന്ന ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ലൈഫ് സെറ്റിൽഡ് എന്ന് പറഞ്ഞാണ് എൻ്റെ മൈൻഡ് സെറ്റും അങ്ങനെ ആയിരുന്നു. ജർമ്മനി വരുന്ന മുന്നേ ഇവിടെ വന്ന ഉടനെ പാർട്ട് ടൈം കിട്ടും, അല്ലെങ്കിൽ പാർട്ട് ടൈം അല്ലെങ്കിൽ പഠിച്ച് കഴിഞ്ഞാൽ ഉടനെ ഒരു ഫുൾ ടൈം ജോബ് കിട്ടും. ലാംഗ്വേജ് എന്ന് പറഞ്ഞ ഒരു ബാരിയർ ഇവിടെ ഉണ്ട് എന്ന് എനിക്ക് അറിഞ്ഞാലും അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി എന്താണെന്ന് എനിക്കിവിടെ വന്നിട്ടാണ് എനിക്ക് മനസ്സിലായത്. നാട്ടിൽ നിന്ന് വരുമ്പോൾ എനിക്കത് തീരെ അറിയത്തില്ലായിരുന്നു. സോ ബട്ട് എൻ്റെ വീട്ടിൽ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു, കാരണം ഞാൻ ന്യൂലി മാരീഡ് ആയിരുന്നു ജർമ്മനി വരുന്ന മുന്നേ. സോ ഒരു ന്യൂ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഉള്ള ജോലിയെല്ലാം കളഞ്ഞിട്ട് ജർമ്മനിയിൽ സ്റ്റുഡൻ്റായിട്ട് പോകുമ്പോൾ അവർക്കൊരു പേടി ഉണ്ടായിരുന്നു. ബട്ട് എൻ്റെ മനസ്സിൽ സ്റ്റീരിയോടിപ്പിക്കലി പറയുവാണെങ്കിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആണെങ്കിൽ തന്നെ ലൈഫ് സെറ്റിൽഡ് എന്ന് പറഞ്ഞാണ് ഞാൻ ജർമ്മനിയിലോട്ട് വന്നത്. സോ എൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെ ആയിരുന്നു ഞാൻ ജർമ്മനി വന്നപ്പോൾ. അജിൻ പറഞ്ഞു ഇതുപോലെ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് ഇവിടെ ബെർലിനിൽ പഠിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ പബ്ലിക് യൂണിവേഴ്സിറ്റി ഉണ്ടായിട്ടും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുത്തത്? ഒന്നാമത്തെ കാര്യം എൻ്റെ ടൈം കൺസ്ട്രെയിൻ തന്നെയായിരുന്നു. ഞാൻ ചൂസ് ചെയ്യുന്ന കോഴ്സ് പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ 24 months കോഴ്സായിരുന്നു. ബട്ട് ഞാൻ പറഞ്ഞോളൂ ന്യൂലി മാരീഡ് ആയതുകൊണ്ട് എനിക്ക് അത്രയും ടൈം കളയാനില്ലായിരുന്നു. സോ എനിക്ക് ഷോർട്ടർ ഡ്യൂറേഷനുള്ള ഒരു കോഴ്സ് വേണമായിരുന്നു. അതെനിക്ക് ഓഫർ ചെയ്തത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തത്. ഇവിടെ വന്നപ്പോൾ ഫസ്റ്റ് ചാലഞ്ച് ഞാൻ ഫേസ് ചെയ്തത് അക്കോമഡേഷൻ തന്നെയായിരുന്നു. സോ അക്കോമഡേഷൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാലും അവർ നമുക്ക് വേണ്ട റൂം കണ്ടെത്തി തരത്തൊന്നുമില്ല. നമ്മൾ തന്നെ ഫീൽഡ് വർക്ക് പോലെ ഇറങ്ങി നമ്മൾ തന്നെ ആൾക്കാരെ മീറ്റ് ചെയ്ത് കണ്ടെത്തണമായിരുന്നു റൂം. പിന്നെ ബെർലിൻ പോലെ ഒരു സിറ്റിയിൽ ഈ അക്കോമഡേഷൻ സ്കാം കൂടുതലായിരുന്നു. ഞാൻ കുറേ അപ്ലൈ ചെയ്തപ്പോഴും നമ്മളടുത്ത് ബിഫോർ ഹാൻഡ് പൈസ ചോദിക്കുമായിരുന്നു. അപ്പാർട്ട്മെൻറ്റ് വ്യൂ ചെയ്യാൻ വരട്ടേന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളിവിടെ ഇല്ല, ബട്ട് കീസ് വന്ന് ഞങ്ങൾ വേറൊരു സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ചെന്ന അപ്പാർട്ട്മെൻറ്റ് കാണുന്ന മുമ്പേ ഞങ്ങൾക്കൊരു കോഷൻ ഡെപ്പോസിറ്റ് തരണം എന്നൊക്കെ പറഞ്ഞ് ഒരു സ്കാം ഉണ്ടായിരുന്നു. സോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഞാൻ ഫേസ് ചെയ്തായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം വന്ന ഉടനെ ഒരു പാർട്ട് ടൈം സ്റ്റാർട്ട് ചെയ്യാം, അപ്പോൾ നമുക്കൊരു സ്റ്റഡീസ് അല്ലാതെ ഏർണിങ്സും കൂടെ കിട്ടും എന്ന് പറഞ്ഞ ഒരു എക്സ്പെക്റ്റേഷൻ എനിക്ക് ഉണ്ടായിരുന്നു. ബട്ട് ഇവിടെ വന്നിട്ടായിരുന്നു എനിക്ക് മനസ്സിലായത് പാർട്ട് ടൈം സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പേ കുറേ പേപ്പർ വർക്ക്സ് ഇവിടെ ചെയ്യാനുണ്ട്. സിറ്റി രജിസ്ട്രേഷൻ ഉണ്ടെങ്കിലും ബാങ്ക് അക്കൗണ്ട്സ് ആണെങ്കിലും ഇത് സ്റ്റാർട്ട് ചെയ്യാൻ കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇവിടെ പേപ്പർ വർക്ക്സും ലെറ്റേഴ്സാണ് എല്ലാം. സോ അത് കിട്ടാൻ വേണ്ടി തന്നെ ഒരു 2-3 months വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഞാൻ നാട്ടിലൊരു റെപ്യൂട്ടഡ് കമ്പനിയിൽ അസിസ്റ്റൻറ്റ് മാനേജറായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ഡീസൻറ്റ് എമൗണ്ട് ഓഫ് സാലറി ഡ്രോ ചെയ്തുകൊണ്ടിരുന്നതാണ് നാട്ടിൽ. അതെല്ലാം കളഞ്ഞിട്ടാണ് ഞാൻ ജർമ്മനിയിലോട്ട് വന്നത്. സോ ഇവിടെ വന്നിട്ട് പാർട്ട് ടൈം ചൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ എവിടെയൊക്കെ പാർട്ട് ടൈം ഉള്ളൂ ഞാൻ എല്ലാം അപ്ലൈ ചെയ്തു. അങ്ങനെ ഞാൻ കുറേ അപ്ലൈ ചെയ്തു, എനിക്ക് പാർട്ട് ടൈം കിട്ടി. ബട്ട് അത് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് ബുദ്ധിമുട്ടുകൾ മനസ്സിലായത്. കാരണം നമ്മൾ നാട്ടിൽ ഇങ്ങനെ ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ട് നമുക്ക് ആ ബുദ്ധിമുട്ട് മനസ്സിലാവും. നമ്മൾ ഇവിടെ വന്ന് വേറെ ഒരു രാജ്യത്തിൽ അത് ചെയ്യുമ്പം എനിക്ക് ആ ബുദ്ധിമുട്ട് മനസ്സിലായി. റെസ്റ്റോറൻറ്റ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ ഡെലിവറി ജോബ് ചെയ്തിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ്സിലൊക്കെ വർക്ക് ചെയ്യുമ്പം ആൾക്കാർ കഴിച്ച് വെച്ച ആ പാത്രങ്ങളൊക്കെ എടുക്കുമ്പം ഗാർബേജ് ക്ലീൻ ചെയ്തിട്ടുണ്ട്, ടോയ്ലറ്റ്സ് വാഷ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചെയ്യുമ്പം ഞാൻ നാട്ടിൽ ഒരു അസിസ്റ്റൻറ്റ് മാനേജർ ആയിരുന്നു, ഒരു ഓഫീസിൽ ഒരു AC റൂമിൽ ഇരുന്ന് വർക്ക് ചെയ്ത ഞാൻ ഇവിടെ വന്നിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ ജോബ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഒരു ചെറിയ കുറ്റബോധം എനിക്ക് വന്നായിരുന്നു, വിഷമമുണ്ടായിരുന്നു. ഞാൻ എടുത്ത ഡെസിഷൻ തെറ്റായിരുന്നു എന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കുറേ പ്രാവശ്യം. നമുക്ക് വൈറ്റ് കളർ ജോബ് തന്നെ കിട്ടണം എന്നില്ല, ബ്ലൂ കളർ ജോബ് തന്നെ ആയിരിക്കും മാക്സിമം ഇവിടെ പാർട്ട് ടൈം ആയിട്ട് വരുമ്പം കിട്ടുന്നത്. ഇവിടെ റെസ്റ്റോറൻറ്റ്സിലോ അല്ലെങ്കിൽ ഡെലിവറി ജോബ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ലോജിസ്റ്റിക് സെൻറ്ററിൽ ചെന്നിട്ട് പാർസൽ ഹാൻഡ്ലിങ് ചെയ്യാനോ അങ്ങനെയുള്ള ജോബായിരിക്കും നമുക്ക് മാക്സിമം കിട്ടുന്നത്. സോ അതിന് നല്ല ഫിസിക്കലായിട്ടുള്ളൊരു ഡിമാൻഡ് വേണമായിരുന്നു. സോ അത് ഇവിടെ ഒരു 4 hours വർക്കിംഗ് ആണെങ്കിൽ 4 to 6 hours കഴിഞ്ഞിട്ടേ നമുക്ക് 30 minutes ബ്രേക്ക് കിട്ടത്തുള്ളൂ. ഒരു പാർട്ട് ടൈം ആണെങ്കിലും ഫുൾ ടൈം ആണെങ്കിലും ചെയ്യുമ്പോൾ ഫിസിക്കൽ ജോബ് ചെയ്യുമ്പം. ബട്ട് നാട്ടിൽ ഞാൻ ഒരു ഓഫീസ്
ഒരു കംഫർട്ട് സോണിൽ നിന്ന് ഞാൻ ഇവിടെ വന്നിട്ട് ഇത് ചെയ്തപ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഇവർ പറയുന്ന സമയത്ത് നമ്മൾ ആ വർക്ക് ചെയ്തിരിക്കണം. പിന്നെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ ഡെലിവറി വരുന്ന അനുസരിച്ച് കിച്ചണിലാണെങ്കിലും ഫുഡൊക്കെ കുക്ക് ചെയ്ത് കൊടുക്കാൻ തിളച്ച ഓയിലൊക്കെ ചിലപ്പോൾ എൻ്റെ ദേഹത്തോട്ട് വീണിട്ടൊക്കെ ഉണ്ട് ഞാൻ അത് ചെയ്തുകൊണ്ടിരുന്നപ്പം. അതെല്ലാം ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല വിഷമം വരുമായിരുന്നു. ഞാൻ വരണ്ടായിരുന്നു എന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ബട്ട് എൻ്റെ മൈൻഡിൽ ഇതേ ഉള്ളായിരുന്നു, ഈ ഡിസിഷൻ എടുത്തത് ഞാനാണെങ്കിൽ അത് ഞാൻ തന്നെ കംപ്ലീറ്റ് ചെയ്യണം. കാരണം എനിക്ക് ഒരു ഗോളേ ഉള്ളായിരുന്നു, ഇവിടെ വന്നത് പഠിക്കാനാണ്, പഠിച്ചു കഴിയണം, ഒരു ഫുൾ ടൈം ജോബ് മേടിക്കണം. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആക്കിയെടുത്തു ഞാൻ ഇവിടെ വന്നിട്ട്. സോ റിയാലിറ്റി നാട്ടിൽ നിന്ന് വരുമ്പം വന്ന് പാർട്ട് ടൈം ചെയ്ത് ഓക്കെ യൂറോസ് ഇത്രയും യൂറോസ് കിട്ടും നമുക്ക്, അത് നമുക്ക് ഇന്ത്യൻ റുപ്പിയിൽ കൺവേർട്ട് ചെയ്യുമ്പം 1 lakh 1.5 lakh ഒക്കെ വരും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നാട്ടിൽ നിന്ന് വരുമ്പം ആ ഒരു സന്തോഷം ഉണ്ടെങ്കിലും ഇവിടെ വന്ന് അത് ചെയ്ത് തുടങ്ങുമ്പം ആ ജോലിയിലുള്ള ബുദ്ധിമുട്ട് കണ്ടിട്ട് എനിക്ക് വിഷമം തോന്നിയായിരുന്നു. നാട്ടിൽ നിന്ന് വരണ്ടായിരുന്നു എന്ന് തോന്നിയായിരുന്നു. അച്ഛൻ്റെ നാട്ടിൽ നിന്ന് ഏജന്റുമാർ ഈ സ്റ്റുഡൻസിനെ ഇങ്ങോട്ട് കയറ്റി വിടുമ്പോഴത്തേന് അവർ പറയും പാർട്ട് ടൈം ജോലി ചെയ്ത് നിങ്ങൾക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കാം, ആ സമ്പാദിക്കുന്ന ലക്ഷങ്ങൾ നിങ്ങൾക്ക് നാട്ടിലേക്ക് അതേപടി അയച്ചു കൊടുക്കാമെന്ന് പറയും. ഇത് സത്യമാണോ? തീർച്ചയായിട്ടും അല്ല. കാരണം നമ്മൾ ഒരു പാർട്ട് ടൈമിൽ ചെയ്യുമ്പം ഇവിടെ മാക്സിമം ഞാൻ വന്നപ്പോൾ 2022 ചെയ്തപ്പോൾ മാക്സിമം ടാക്സ് എല്ലാം പിടിച്ചിട്ട് എൻ്റെ കൈ കിട്ടിയത് 830+ euro സംതിങ് ആയിരുന്നു. സോ അത് ഞാൻ ഒരു നാട്ടിൽ നിന്നെല്ലാം കൂട്ടിയപ്പം INR കാൽക്കുലേറ്റ് ചെയ്തു, ഓക്കെ ഇത്രയും ചിലവ് പോയിട്ട് ഇത്രയും നമുക്ക് സേവ് ചെയ്യാം എന്നൊരു മൈൻഡ് സെറ്റ് എനിക്കുണ്ടായിരുന്നു. ബട്ട് ഇവിടെ വന്നിട്ട് ഈ 800 euros പ്ലസ് നമുക്കൊരു ബ്ലോക്ക് അക്കൗണ്ടും ഉണ്ട് സ്റ്റുഡൻ്റായിട്ട് ഇവിടെ വരുമ്പം. സോ അത് രണ്ടും കൂടി കിട്ടുമ്പം ഓക്കെ ആണെന്ന് നമുക്ക് തോന്നും. ബട്ട് ഇവിടുത്തെ ചിലവുകൾ ഫസ്റ്റ് അക്കോമഡേഷനിൽ നമ്മൾ കൊടുക്കേണ്ട റെൻറ്റ് ഒരു നല്ലൊരു നമ്മുടെ സാലറിയിൽ നിന്ന് തന്നെ ഒരു നല്ലൊരു ലംസം എമൗണ്ട് കൊടുക്കേണ്ടി വരും നമ്മൾ ചൂസ് ചെയ്യുന്ന അക്കോമഡേഷൻ അനുസരിച്ച്. പിന്നെ മന്ത്ലി ഗ്രോസറീസ്, പിന്നെ ഇൻഷുറൻസ് നമ്മൾ പേ ചെയ്യേണ്ടി വരും. അറൗണ്ട് 125 euros ഒരു സ്റ്റുഡൻ്റായിട്ട് വരുമ്പോൾ നമ്മൾ പേ ചെയ്യേണ്ടി വരും. അതല്ലാതെ നമുക്ക് റേഡിയോ ടാക്സ് ഇതൊന്നും ആരും പറഞ്ഞിട്ടില്ല, ഇങ്ങനത്തെ ഇൻഷുറൻസ് ഒക്കെ പേ ചെയ്യണം, റേഡിയോ ടാക്സ് ഉണ്ട് എന്ന്. ഞാൻ ഇവിടെ വന്നപ്പം ഞാൻ കുറേ പേരെടുത്തൊക്കെ അന്വേഷിച്ചു, എനിക്ക് ഇതായിരുന്നു ആരും പറഞ്ഞില്ല. എല്ലാവരും പറഞ്ഞ ഒറ്റ ഒരു കാര്യം, പാർട്ട് ടൈം ചെയ്യുമ്പോൾ ഇത്ര യൂറോസ് കിട്ടും, ഇത്ര യൂറോസ് കിട്ടിയാൽ നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ടോക്കായിരുന്നു എനിക്ക് കേട്ടോണ്ടിരുന്നത്. ബട്ട് ഇവിടെ വന്നിട്ട് ഇത്രയും ചിലവെല്ലാം ചെയ്തിട്ട് നാട്ടിലോട്ട് ഇത്ര അയക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പറ്റത്തില്ല. മാക്സിമം കൂടിപ്പോൾ ഞാൻ ഒരു 10,000 15,000 നാട്ടിലോട്ട് അയച്ചുകൊണ്ടിരുന്നത്. അത്ര എന്നെ കൊണ്ട് പറ്റത്തില്ലായിരുന്നു. കാരണം ഇവിടുത്തെ എക്സ്പെൻസ് എല്ലാം ചെയ്തിട്ട് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഇവിടെ ബുദ്ധിമുട്ടായിരുന്നു പാർട്ട് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി. ഞാൻ ആദ്യം മൈൻഡിലൊരു തോട്ടുണ്ടായിരുന്നു, വേണ്ട ഡെലിവറി ജോബ് കയറാം. കാരണം ഡെലിവറി ജോബിൽ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ടിപ്സ് കിട്ടും. അപ്പോൾ ഫസ്റ്റ് എനിക്കുള്ള ഒരു മൈൻഡ് സെറ്റ്, ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡെലിവറി ജോബ് തന്നെ പോകണമെന്നായിരുന്നു. അങ്ങനെ ഞാൻ ചൂസ് ചെയ്ത് വന്നപ്പം ആകെ 3-4 റെപ്യൂട്ടഡ് ഡെലിവറി ജോബ് പ്രൊവൈഡേഴ്സ് മാത്രമേ ഉള്ളായിരുന്നു ബെർലിനിൽ. സോ അങ്ങനെ അപ്ലൈ ചെയ്തപ്പം ബുദ്ധിമുട്ടായിരുന്നു. അവർ ആദ്യമൊക്കെ റിജക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ആപ്ലിക്കേഷൻ. പിന്നെ ഞാൻ പിന്നീട് റിപ്പീറ്റഡ് അപ്ലൈ ചെയ്തിട്ടാണ് എനിക്ക് ആദ്യം ഒരു പാർട്ട് ടൈം ജോബ് കിട്ടിയത്, ഡെലിവറി ആയിട്ട് കിട്ടിയത്. അത് ഞാൻ ജർമ്മനി വന്നിട്ട് അപ്രോക്സിമേറ്റ്ലി ഒരു 2-3 months കഴിഞ്ഞിട്ടാണ് എനിക്ക് ഡെലിവറി ജോബ് കിട്ടുന്നത്, പാർട്ട് ടൈം ജോബ് തന്നെ കിട്ടുന്നത്. ഓക്കെ, എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണിത്. സോ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പം എനിക്ക് അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവ്സും ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവ്സും ഉണ്ട്. സോ പോസിറ്റീവ്സ് എന്ന് വെച്ചപ്പോൾ ഞാൻ ഇന്ന കോഴ്സ് എടുക്കാവൂ എന്ന് പറഞ്ഞ് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. സോ ആ കോഴ്സ് ഷോർട്ടർ ടൈം കൺസ്ട്രെയിനിൽ എനിക്ക് തന്നത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആയിരുന്നു. കാരണം പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ എടുക്കുമ്പം എനിക്കത് അറ്റ്ലീസ്റ്റ് 24 months കോഴ്സ് ആയിരുന്നു. ബട്ട് എൻ്റെ മൈൻഡിൽ ഷോർട്ടർ ദ കോഴ്സ് എനിക്ക് വേണമായിരുന്നു. സോ അത് അങ്ങനത്തെ ഒരു ഓപ്ഷൻ എനിക്ക് തന്നത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് തന്നെ ആയിരുന്നു. പിന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പം ചില നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ പബ്ലിക് യൂണിവേഴ്സിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പം നമുക്ക് ഈ മന്ത്ലി ട്രാൻസ്പോർട്ട് ടിക്കറ്റ് കിട്ടത്തില്ല. പിന്നെ മാൻഡേറ്ററി ലാംഗ്വേജ് കോഴ്സ് ചില യൂണിവേഴ്സിറ്റീസ് ഓഫർ ചെയ്യത്തില്ല. നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് തന്നെ നമുക്ക് ജർമ്മൻ പഠിക്കേണ്ടി വന്നായിരുന്നു. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണിത്. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ പൈസ എടുത്ത് തന്നെയാണ് ഞാൻ ജർമ്മൻ കോഴ്സ് ചെയ്തത്. ബട്ട് ചില പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ലാംഗ്വേജ് കോഴ്സ് അവർ തന്നെ ഓഫർ ചെയ്യുന്നുണ്ട്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ മാൻഡേറ്ററി ഇൻറ്റേൺഷിപ്സ് ഇല്ലായിരുന്നു. അത് കാരണം എനിക്ക് കുറച്ച് പ്രോബ്ലംസ് വന്നായിരുന്നു. ഞാൻ ജോബിന് വേണ്ടി സെർച്ച് ചെയ്ത് തുടങ്ങിയപ്പം അത് കാരണം കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. കാരണം പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ മാൻഡേറ്ററി ഇൻറ്റേൺഷിപ്പ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. വോളണ്ടറി ആയിട്ട് തന്നെ നമുക്ക് ഇൻറ്റേൺഷിപ്പ് എടുക്കണം. സോ അത് കാരണം കുറച്ച് ബുദ്ധിമുട്ട് ഞാൻ ഫേസ് ചെയ്തായിരുന്നു. നാട്ടിൽ നിന്ന് വിട്ടു നിന്നപ്പം അജിൻ്റെ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു?
ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഫാമിലീനെ വിട്ട് ഇത്രയും ദൂരത്തിൽ ഇത്രയും ഡിസ്റ്റൻസ് മീൻസ് ഇത്രയും സമയം ഞാൻ നിൽക്കുന്നത് ഒറ്റയ്ക്ക്. സോ അതിൻ്റേതായിട്ട് ബുദ്ധിമുട്ട് ഞാൻ നല്ലോണം ഫേസ് ചെയ്തായിരുന്നു. ഇവിടെ എല്ലാം നമ്മൾ തന്നെ ഒറ്റയ്ക്ക് ചെയ്യണം. നമുക്ക് വയ്യാതെ ആയാലും നമ്മൾ തന്നെ നോക്കണം. നമ്മുടെ ഫാമിലി ഇവിടെ ഇല്ല കൂടെ നമ്മൾ നോക്കാൻ. നമുക്കൊരു പ്രോബ്ലം വന്നാലും നമ്മൾ തന്നെ ഫേസ് ചെയ്യണം. നമുക്ക് എത്ര വയ്യാതെ ആയാലും നമ്മൾ തന്നെ നമ്മളെ കെയർ ചെയ്യണം. നമ്മൾ തന്നെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കണം, നമ്മൾ തന്നെ കുക്ക് ചെയ്യണം, കഴിക്കണം, മെഡിസിൻസ് കഴിക്കണം, തിരിച്ച് റെസ്റ്റ് എടുക്കണം. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നാട്ടിലൊരു നല്ലൊരു പൊസിഷനിലായിരുന്നു. അത് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ ചെറിയ പാർട്ട് ടൈംസ് ഒക്കെ ചെയ്യുമ്പം ഞാൻ കുറച്ച് ഡിപ്രസ്ഡ് ആയായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ വിൻ്റർ ഈ ക്ലൈമറ്റും എല്ലാം കൂടെ മാറിയപ്പോൾ എനിക്ക് നല്ലോണം ഡിപ്രഷൻ വന്നപ്പം ഞാൻ ഈ ഡിസിഷൻ എടുത്തത് തെറ്റായി പോയോ എന്ന് പറഞ്ഞ് ഞാൻ ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിൽ ഞാൻ പോയായിരുന്നു ജർമ്മനി വന്ന് തുടക്കത്തിൽ. ബട്ട് എൻ്റെ ഫാമിലി എൻ്റെ കൂടെ നല്ല സപ്പോർട്ടീവായിട്ട് നിന്നു. എൻ്റെ വൈഫ് എൻ്റെ നല്ല സപ്പോർട്ടായിരുന്നു. എൻ്റെ വൈഫ് ഞാൻ എപ്പോഴൊക്കെ ഡൗൺ ആയോ, എപ്പോഴൊക്കെ ഞാൻ വിഷമത്തിൽ ഞാൻ എൻ്റെ വൈഫിനടുത്ത് പറയും, ഞാൻ എടുത്ത ഡെസിഷൻ തെറ്റായി പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ഞാൻ തിരിച്ച് വരണോ ഇവിടെ തന്നെ നിൽക്കണമെന്ന് അറിയത്തില്ല, നമ്മൾ കടലിൽ ചെകുത്താൻ്റെ ഇടയ്ക്കായി പോയി എന്ന് പറയത്തില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ. കാരണം എൻ്റെ സേവിങ്സ് എല്ലാം ഞാൻ ബ്രേക്ക് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ ജർമ്മനിയിലോട്ട് വന്നത്. എനിക്കുണ്ടായിരുന്ന എൻ്റെ ഇമ്മോബിൾ അസറ്റ് എല്ലാം ഞാൻ കൊടുത്തു. എൻ്റെ സേവിങ്സ് എല്ലാം ഞാൻ ബ്രേക്ക് ചെയ്തു. ഞാൻ നാട്ടിൽ നിന്ന് ജർമ്മനി വന്നപ്പം എൻ്റെ വാലറ്റിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഡൽഹി എയർപോർട്ടിൽ എൻ്റെ വാലറ്റ് നോക്കിയപ്പം എൻ്റെ സേവിങ്സ് 70 ഇന്ത്യൻ റുപ്പി ആയിരുന്നു. അത് വെച്ചുകൊണ്ടാണ് ഞാൻ ജർമ്മനിയിലോട്ട് വന്നത്. അപ്പോൾ അത്രയ്ക്ക് ഒരു മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ വരണ്ടായിരുന്നു എന്ന് വരെ ഞാൻ വിചാരിച്ചു പോയി. ബട്ട് എൻ്റെ ഫാമിലി, എൻ്റെ പേരൻസ് ഇൻ ലോ, എൻ്റെ മദർ, അവർ നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക്. ഇതെല്ലാം മാറും, ഈ സിറ്റുവേഷൻ എല്ലാം മാറും എന്ന് പറഞ്ഞ് അവരെൻ്റെ ബാക്ക് ബോൺ ആയിട്ട് എനിക്ക് നിന്ന്. എൻ്റെ വൈഫ് നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക്. ഗ്രാജുവേറ്റ് ആയി ഒരു ഫുൾ ടൈം എംപ്ലോയി ആയിട്ട് ഇപ്പോൾ ജോലി ചെയ്യുവാന്ന് അജിൻ പറഞ്ഞു. അപ്പം ഈ ഒരു സ്റ്റുഡൻറ്റിൽ നിന്ന് ഒരു ഫുൾ ടൈം എംപ്ലോയി അല്ലെങ്കിൽ ഒരു ജോലി കണ്ടുപിടിക്കാനായിട്ട് എങ്ങനെയായിരുന്നു അജിൻ്റെ ആ ഒരു ജോബ് ഫണ്ട് പ്രോസസ്സ്? അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ജർമ്മനിയിൽ ഒരു ജോലി കണ്ടുപിടിക്കാൻ? തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക്. ഞാൻ ജോലി എങ്ങനെ കണ്ടെത്തിയെന്ന് വെച്ചാൽ, ഞാൻ നെറ്റ്വർക്കിംഗ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. എനിക്കിവിടെ മനസ്സിലായി നമുക്ക് മേജർലി ആവശ്യം നെറ്റ്വർക്കിംഗ് ആണ്. സോ പിന്നെ അതുമല്ലാതെ ഇവിടെ എവിടെയെങ്കിലും ജോബ് ഫെയർസ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അവിടെ പോയിരിക്കും. അതെന്താണെന്ന് വെച്ചാൽ, ജോബ് ഫെയറിൽ ചെല്ലുമ്പോൾ എനിക്കൊരു ബ്രോഡ് ഐഡിയ കിട്ടും ഇവിടെ എന്തൊക്കെ കമ്പനീസ് ഉണ്ട്. ഞാൻ കുറേ പ്ലാറ്റ്ഫോംസിൽ കയറി അപ്ലൈ ചെയ്യുമായിരുന്നു. അതിൽ മേജർലി ഞാൻ യൂസ് ചെയ്ത പ്ലാറ്റ്ഫോം ലിങ്ക്ഡിൻ ആയിരുന്നു. കാരണം ലിങ്ക്ഡിൻ ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്ക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഞാൻ മോസ്റ്റ്ലി പ്രിഫർ ചെയ്തത് ലിങ്ക്ഡിൻ ആയിരുന്നു. അങ്ങനെ കയറിയാണ് ഞാൻ അപ്ലൈ ചെയ്ത് തുടങ്ങിയത്. സോ എൻ്റെ കയ്യിൽ ഇന്ത്യൻ കമ്പനീസിന് ഞാൻ അപ്ലൈ ചെയ്യാൻ വെച്ചിരുന്ന റെസ്യൂമേ ആയിരുന്നു. ആ റെസ്യൂമേ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ജർമ്മൻ കമ്പനീസിൽ ഞാൻ അപ്ലൈ ചെയ്തത്. ബട്ട് അപ്ലൈ ചെയ്ത എല്ലാം എനിക്ക് റിജക്ഷൻസ് ആയിരുന്നു. എനിക്ക് അറൗണ്ട് ആസ് പെർ എൻ്റെ ഡേറ്റ 500+ റിജക്ഷൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കമ്പനീസിൽ അപ്ലൈ ചെയ്തിട്ട്. സോ പിന്നീട് ഞാൻ ഈ റിജക്ഷൻസ് മാത്രം വന്നുകൊണ്ടിരുന്നപ്പം ഞാൻ അതിൽ കൂടുതൽ ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ കുറച്ച് സർഫിങ് ചെയ്തായിരുന്നു. ലിങ്ക്ഡിനിൽ കയറി HRസിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ച് തുടങ്ങിയായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായത്, ഇന്ത്യൻ ഫോർമാറ്റ് റെസ്യൂമെ വെച്ചിട്ട് നമുക്ക് ജർമ്മനിയിലും അല്ലെങ്കിൽ യൂറോപ്പിലും അപ്ലൈ ചെയ്ത ജോബ് കിട്ടത്തില്ല. സോ ഞാൻ എന്ത് ചെയ്തു, യൂറോപാസ് എന്ന് പറഞ്ഞിട്ട് വെബ് പേജ് ഉണ്ട്, അതിൽ കയറിയിട്ട് എൻ്റെ ഇന്ത്യൻ ഫോർമാറ്റിലുള്ള ഒരു റെസ്യൂമെ ഞാൻ യൂറോപാസിലോട്ട് കൺവേർട്ട് ചെയ്തു. അതിലുള്ള കണ്ടൻറ്റ്സ് ഞാൻ മാറ്റിയിട്ടില്ലായിരുന്നു, ആ ഫോർമാറ്റ് മാത്രം മാറ്റിയിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് തുടങ്ങി. അത് അപ്ലൈ ചെയ്തിട്ടും എനിക്ക് റിജക്ഷൻസ് മാത്രമേ ഉള്ളായിരുന്നു. 7 years എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് എനിക്ക് റിജക്ഷൻസ് വരുന്നേ എന്ന് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്, ഞാൻ റെസ്യൂമിൽ കൊടുക്കുന്ന ഡേറ്റാസ് ആയിരുന്നു. ഡേറ്റയിൽ എന്തുവാന്ന് വെച്ചാൽ, ഞാൻ എന്താ ജോലി ചെയ്തതെന്ന് മാത്രം ഒരു ഡിസ്ക്രിപ്ഷൻ പോലെ ബുള്ളറ്റ് പോയിന്റ്സ് ഇട്ടിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനായിട്ടാണ് കൊടുത്തിരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവിടെ യൂറോപ്പിൽ ഉള്ള കമ്പനീസിന് അല്ലെങ്കിൽ HRസിന് ആവശ്യം അവർക്ക് അച്ചീവേഴ്സ് ഫോർമാറ്റാണ് വേണ്ടത്. അച്ചീവേഴ്സ് റെസ്യൂമെ എന്നാണ് ഞാൻ അറിഞ്ഞിടത്തോളം അവർ പറഞ്ഞ നെയിം. അച്ചീവേഴ്സ്, കോൺട്രിബ്യൂട്ടേഴ്സ് അല്ല, അച്ചീവേഴ്സ്. സോ കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ജോലിയിൽ ചെന്നിട്ട് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് മാത്രം ചെയ്തിട്ട് വരുന്നതാണ് കോൺട്രിബ്യൂട്ടേഴ്സ്. ബട്ട് അച്ചീവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ടാസ്കിനെ നമ്മൾ എത്രത്തോളം നമ്മുടെ കമ്പനീന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്ത് അച്ചീവ് ചെയ്ത് കൊടുക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ റെസ്യൂമേയിൽ ഞാൻ ചേഞ്ച് ചെയ്യുന്ന മുമ്പേ ഞാൻ കൊടുത്തിരുന്ന ഒരു വാക്കായിരുന്നു സക്സസ്ഫുള്ളി കണ്ടക്റ്റഡ് ഇൻറ്റർണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്തിരുന്നു. ബട്ട് അത് ഒരു ക്വാളിറ്റേറ്റീവ് ഡേറ്റ ആണ്.
സോ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് അത് കൊടുക്കാൻ വേണ്ടി ഞാൻ ആ സ്ട്രക്ചർ അങ്ങ് മാറ്റിയായിരുന്നു. സ്ട്രക്ചർ മാറ്റുമ്പം അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഇൻറ്റർണൽ ക്വാളിറ്റി ഓഡിറ്റിൽ ഞാൻ എൻ്റെ കോൺട്രിബ്യൂഷൻ ചെയ്തപ്പം എത്ര എഫിഷ്യൻസിയാണ് ഇൻക്രീസ് ആയത്. സോ ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് സക്സസ്ഫുള്ളി കണ്ടക്റ്റഡ് ആൻ ഇൻറ്റർണൽ ക്വാളിറ്റി ഓഡിറ്റ് ഫോർ മൈ ടീം which eventually increased the efficiency of production to 20% എന്ന് പറഞ്ഞ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഒരു ഡേറ്റ കൊടുക്കുക. അങ്ങനെ ഞാൻ എൻ്റെ റെസ്യൂമെ കംപ്ലീറ്റ്ലി ഞാൻ മാറ്റി യൂറോപാസ് ഫോർമാറ്റിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഞാൻ ആ കൊടുത്തിരുന്ന കണ്ടൻറ്റ്സ് എല്ലാം ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റാസ് ആയിട്ട് കൊടുത്തു തുടങ്ങി. ഞാൻ ഇത്രയും വർക്ക് ചെയ്തു, സോ ഇത്രയും ഉണ്ടായിരുന്നത് ഇത്ര പെർസെൻറ്റേജ് ആയിട്ട് മാറി എന്ന് പറഞ്ഞ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റാസ് കൊടുത്ത് ഞാൻ അപ്ലൈ ചെയ്ത് തുടങ്ങിയപ്പം എനിക്ക് നല്ല ഫീഡ്ബാക്സ് വന്നായിരുന്നു. എനിക്ക് HR കോൾ ചെയ്ത് തുടങ്ങി. HRs എന്നെ വിളിച്ച് ഫസ്റ്റ് റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ, അറ്റ്ലീസ്റ്റ് ഒരു ഫസ്റ്റ് റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ ചെയ്തായിരുന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ അകത്തുള്ള കണ്ടൻറ്റാണ് പ്രോബ്ലം. ഞാൻ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, എൻ്റെ റെസ്യൂമെ എങ്ങനെയാണ് ഞാൻ അവർക്ക് കാണിക്കേണ്ടത്. അങ്ങനെ അപ്ലൈ ചെയ്തപ്പം എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു. എനിക്ക് കുറേ കോൾസ് വന്നു തുടങ്ങി. ജർമ്മനിയിൽ നിന്ന് തന്നെ എനിക്ക് കുറേ കമ്പനീസിൽ നിന്ന് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി കോൾ വന്നു. റെസ്യൂമെ ഷോർട്ട് ലിസ്റ്റ് ആയെന്ന് പറഞ്ഞ് എനിക്ക് ഇമെയിൽസ് വന്നായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നാട്ടിൽ 7 years എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. സോ ഇവിടെ നിങ്ങൾക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും എത്ര സ്കിൽഡ് ആണെങ്കിലും അവർ എല്ലാം ചോദിച്ചിട്ട് ലാസ്റ്റ് ഒരു ചോദ്യം നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് ഹൗ അബൌട്ട് യുവർ ജർമ്മൻ പ്രൊഫിഷ്യൻസി എന്നാണ് അവർ ചോദിക്കുന്നത്. സോ ഇവിടെ ജർമ്മൻ ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏത് ഡിവിഷൻ ആണെങ്കിലും ശരി, ഏത് സെഗ്മെൻറ്റ് വർക്കാണ് നമ്മൾ ചെയ്യണമെങ്കിലും നമ്മുടെ വർക്ക് തന്നെ ഇംഗ്ലീഷിലാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ അവിടുത്തെ എൻവയൺമെൻറ്റ് ഇംഗ്ലീഷിലാണെങ്കിൽ അറ്റ് ലാസ്റ്റ് അവർ ചോദിക്കുന്ന ഒരു ചോദ്യം ഹൗ അബൌട്ട് യുവർ ജർമ്മൻ പ്രൊഫിഷ്യൻസി എന്നാണ്. സോ ജർമ്മൻ ലാംഗ്വേജിന് ഇവിടെ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. ബട്ട് എൻ്റെ സജഷൻ എന്താണെന്ന് വെച്ചാൽ ഹൈ ലെവൽ ജർമ്മൻ അറിയില്ലെങ്കിലും C1 C2 അറിയണം എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് ബേസിക് കോൺവെർസേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ജർമ്മനെങ്കിലും നമുക്കിവിടെ ആവശ്യമാണ്. സോ അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ HR അടുത്ത് അത് നമ്മളിങ്ങനെ കൺവേ ചെയ്യുവാണെങ്കിൽ, നമുക്ക് അറിയുന്ന ഒരു ബ്രോക്കൺ ജർമ്മനിലെങ്കിലും അവരുടെ അടുത്ത് നമ്മൾ സംസാരിച്ച് നമ്മൾ അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അവർ കൺവിൻസ്ഡ് ആണ്. സോ അവർക്കൊരു മൈൻഡ് സെറ്റ് വരണം, ഓക്കെ ഈസ് ട്രൈങ് ടു ലേൺ ജർമ്മൻ, ബട്ട് ജർമ്മനി അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ജോബ് കിട്ടാൻ ഇവിടെ വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഫ്രഷറായിട്ട് വരുമ്പം നല്ല ബുദ്ധിമുട്ടാണ്. സ്കിൽഡായിട്ട് വരുമ്പം അറ്റ്ലീസ്റ്റ് ആ സ്കിൽ വെച്ച് നമുക്ക് ഇൻ്റർവ്യൂസ് ഷെഡ്യൂൾ ആവും. ബട്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ വിൽ ബി ജർമ്മൻ പ്രൊഫിഷ്യൻസി എങ്ങനെയാണ് എന്നാണ്. ഇവിടെ ഉള്ളവർക്ക് സർട്ടിഫിക്കറ്റ്സ് മാൻഡേറ്ററി അല്ല, ജർമ്മൻ സർട്ടിഫിക്കറ്റ്സ് മാൻഡേറ്ററി അല്ല. നമ്മൾ വർക്ക് ചെയ്യുന്ന പ്രൊഫഷൻ അനുസരിച്ച് ഇഫ് യു ആർ ഇൻ മെഡിക്കൽ ഫീൽഡ് തീർച്ചയായിട്ടും നമ്മൾ ജർമ്മൻ പ്രൊഫിഷ്യൻസി സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ബട്ട് ഇങ്ങനെ പ്രൈവറ്റ് സെക്ടറിൽ ചില കമ്പനീസ് മാത്രമേ നമ്മളുടെ അടുത്ത് ഡിമാൻഡ് ചെയ്യുന്നുള്ളൂ ഗോത്തെ എക്സാം എഴുതി സർട്ടിഫിക്കറ്റ് വേണം. ബട്ട് മേജർലി അവർ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ, നമുക്ക് മനസ്സിലാവുന്നുണ്ടോ, നമ്മൾ ഇവിടുത്തെ കൾച്ചറായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യുന്നുണ്ടോ, ഇവിടുത്തെ എംപ്ലോയീസ് ആയിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യുമോ എന്നൊരു മൈൻഡ് സെറ്റാണ് അവർ നെക്സ്റ്റ് നമ്മളോട് നോക്കുന്നത്. സ്കിൽ നോക്കിയിട്ട് അവർ നെക്സ്റ്റ് നോക്കുന്ന ഇതാണ്, ക്യാൻ യു മിങ്കിൾ വിത്ത് അതർ എംപ്ലോയീസ്. സോ ഞാൻ പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണമെന്നാണ്. വളരെ പ്രൊഫഷ്യൻ്റ് ആയിട്ട് അറിഞ്ഞിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് കോൺവെർസേഷൻ ചെയ്യാനുള്ളൊരു ജർമ്മനികൾ അറിഞ്ഞിരിക്കണം. നാട്ടിൽ നിന്ന് 7 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു അസിസ്റ്റന്റ് മാനേജർ ജർമ്മനിയിലേക്ക് ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് വരുവാന്ന് പറഞ്ഞപ്പം ആ ഒരു ഡിസിഷനെ അജിൻ്റെ ഫാമിലി അല്ലെങ്കിൽ അജിൻ്റെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരൊക്കെ എങ്ങനെയാണ് എടുത്തത്? അത് ഇപ്പം പറഞ്ഞ പോലെ ഞാനൊരു ന്യൂലി മാരീഡ് ആയിരുന്നു. ഞാൻ ജർമ്മനി വന്നപ്പോൾ ഞാൻ 2021 ഞാൻ മാരീഡ് ആയിരുന്നു. 2022 ഞാൻ ജർമ്മനി വന്നു. സോ എനിക്ക് കിട്ടുന്ന ഒരു നല്ല ജോലിയും കളഞ്ഞിട്ട് എന്നെ ബിലീവ് ചെയ്തിട്ടൊരു പെണ്ണ് എൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി വന്ന്. സോ അങ്ങനെ ഒരു വലിയൊരു റിസ്ക്കാണ് ഞാൻ എടുത്തിട്ട് ജർമ്മനിയിലോട്ട് വന്നത്. ഞാൻ ഡ്രോ ചെയ്തവരുന്ന സാലറി, ഒരു സ്റ്റേബിൾ ജോബ് എല്ലാം കളഞ്ഞിട്ട് വന്നപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു ഡിസിഷൻ ആദ്യം ഞാൻ പറഞ്ഞപ്പം ഒബ്വിയസ്ലി എല്ലാവരും ഷോക്ക്ഡ് ആയിരുന്നു. കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ, കാരണം ഞാൻ അപ്പോൾ ബാച്ചിലർ പോലും അല്ല. സോ ഒബ്വിയസ്ലി ഷോക്കായിരുന്നു. ബട്ട് പൊതുവേ എൻ്റെ ഫാമിലിന് മനസ്സിലായി, ഓക്കെ എൻ്റെ ഒരു ഡ്രീമാണ് അബ്രോഡ് ചെന്നിട്ട് എങ്ങനെയെങ്കിലും ഒരു മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് അബ്രോഡിൽ ജോലി ചെയ്യണമെന്ന്. സോ അതിനുവേണ്ടി എൻ്റെ ഫാമിലി എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു, എൻ്റെ വൈഫും നല്ല സപ്പോർട്ടായിരുന്നു. ബട്ട് ചിലർ ബാക്കിൽ സംസാരിച്ചായിരുന്നു, നല്ലൊരു ജോലിയും കളഞ്ഞിട്ട് പോകുന്നുള്ള എന്താ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലർക്ക് ചോദിച്ചിട്ടുണ്ട് അവിടെ എന്താ പാർട്ട് ടൈം ചെയ്യുന്നത്. ഞാനിങ്ങനെ പറയും റെസ്റ്റോറൻറ്റിലും ഡെലിവറി ജോബൊക്കെ ആണ് ചെയ്യുന്നതെന്ന് പറയുമ്പം അത് പുച്ഛിച്ച് ചിരിച്ചിട്ടുമുണ്ട് എൻ്റെ അടുത്ത്. ഇവിടെ ഒരു നല്ല ജോലിയും കളഞ്ഞിട്ട് നീ അവിടെ ചെന്നിട്ട് ഇതൊക്കെയാണോടാ ചെയ്യുന്നതെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുമുണ്ട്. അത് ആദ്യം കേൾക്കുമ്പം വിഷമം വരും. ബട്ട്
എനിക്ക് പറയാനുള്ളത്, പറയുന്നവർ പറയും നമുക്കറിയാം നമുക്ക് എന്താ വേണ്ടതെന്ന്, നമ്മൾ ചൂസ് ചെയ്ത ട്രാക്ക് കറക്റ്റാണ് എന്ന് നമ്മൾ തന്നെ അതിനെ വിശ്വസിച്ച് നമ്മൾ ആ ട്രാക്കിൽ തന്നെ പോകണം. സോ അങ്ങനെ ആ ട്രാക്കിൽ തന്നെ പോയാൽ തീർച്ചയായിട്ടും സക്സസ് വരും. പറയുന്നവർ തീർച്ചയായിട്ടും പറയും. കാരണം നമ്മളിവിടെ ബുദ്ധിമുട്ടുന്നതും നമ്മൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് നമുക്കേ അത് അറിയത്തുള്ളൂ. നമ്മൾ ആരും പറഞ്ഞിട്ടല്ല നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇത് ഞാൻ ചൂസ് ചെയ്ത ഒരു പാത്താണ്, ഞാൻ എൻ്റെ വൈഫും ചൂസ് ചെയ്ത ഒരു പാത്താണ്. സോ ഇത് ഏത് കാരണവശാലും പറയുന്നവർ പറയും, അത് കേട്ടിട്ട് മൈൻഡ് ചെയ്യാതെ ഇരിക്കണം എന്നൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു എനിക്ക്. സോ അതും എനിക്ക് നല്ലോണം ഇവിടെ ഹെൽപ്പ് ചെയ്തായിരുന്നു. അപ്പോൾ ഇത്രയും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം സഹിച്ച് ഇപ്പം അജിൻ ഒരു ഫുൾ ടൈം എംപ്ലോയി ആയിട്ട് ജർമ്മനിയിൽ ജോലി ചെയ്യുക. ജർമ്മനിയിൽ അജിൻ ഹാപ്പിയാണോ? ഞാൻ വളരെ ഹാപ്പിയാണ് ഇവിടെ. കാരണം ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്ത് ആ പീരിയഡ് ഞാൻ ഇരുന്ന് അങ്ങനെ ആലോചിക്കുമ്പം ഞാൻ ഇപ്പോൾ ഈ അച്ചീവ് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ ഈ നിൽക്കുന്ന പൊസിഷൻ ഞാൻ തീർച്ചയായിട്ടും ഹാപ്പിയാണ്. കാരണം എൻ്റെ ഫാമിലീനെ എനിക്കിവിടെ കൊണ്ടുവരാം, എൻ്റെ ഫാമിലി ലൈഫിനെ ഞാൻ ഇവിടെ റീസ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അടുത്ത കാര്യം കൾച്ചറാണ്. എനിക്കിവിടുത്തെ ജർമ്മൻ കൾച്ചർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ വർക്ക് കൾച്ചർ ഇവിടെ നല്ല കൾച്ചറാണ്. കാരണം ഞാൻ ഇന്ത്യയിലും വർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെയും വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ തീർച്ചയായിട്ടും പറയുവാണ്, ഇവിടെ വർക്ക് ലൈഫ് ബാലൻസിനെ നല്ല സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട് എല്ലാവരും. സോ വർക്ക് ടൈമിൽ വർക്കും പിന്നെ നമ്മുടെ ലീഷർ ടൈമിൽ ലീഷർ എന്നാണ് ഇവിടെ. സോ അത് ഇവിടെ നല്ല സീരിയസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. സോ വർക്ക് ലൈഫ് ബാലൻസ് നമുക്ക് നല്ലോണം കൊണ്ടുപോകാം. നമ്മുടെ വർക്കും നമ്മുടെ ഫാമിലി ടൈമും തീർച്ചയായിട്ടും നല്ല ബാലൻസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ജർമ്മനി. എനിക്ക് അഡ്വൈസ് എന്ന് പറയാനുള്ളത്, നമ്മൾ തന്നെ ആയിരിക്കണം കൺട്രി ചൂസ് ചെയ്യുന്നത്. അല്ലാതെ ഏജൻറ്റ് പറഞ്ഞു, അല്ലാതെ റിലേറ്റീവ്സ് പറഞ്ഞു, എൻ്റെ ഫ്രണ്ട്സ് അവിടെയാണ് എനിക്കും അവിടെ പോകണം എന്ന് പറഞ്ഞ് അങ്ങനെ പോകാൻ നിൽക്കരുത്. നമ്മളുടെ പ്രൊഫഷണൽ കരിയർ നമുക്ക് പറ്റുന്ന സ്ഥലമാണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഏത് രാജ്യമാണെങ്കിലും അപ്ലൈ. ജർമ്മനി എന്ന് മാത്രമല്ല, ഏത് കൺട്രി ആണെങ്കിലും. പിന്നെ അടുത്ത സജഷൻ, ജർമ്മനിയിലോട്ടാണ് വരുന്നതെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ജർമ്മൻ പഠിക്കാം എന്ന് പറഞ്ഞ ഒരു മൈൻഡ് സെറ്റ് അതൊരു ബാക്ക്ലോഗാണ്. നമ്മൾ ജർമ്മനിയിലോട്ട് വരാൻ പോകുന്നത് എന്ന് തീരുമാനിച്ചാൽ തന്നെ നാട്ടിൽ തന്നെ നമ്മുടെ ജർമ്മൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഒരു നല്ലൊരു ഐഡിയ തന്നെ. സോ അവിടെ നിന്ന് മിനിമം ഒരു ബേസിക് ജർമ്മനെങ്കിലും പഠിച്ചിട്ട് വേണം ഇവിടെ വരാൻ. കാരണം മോസ്റ്റ്ലി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ ജർമ്മൻ തോട്ട് കോഴ്സ് അല്ല, ഇംഗ്ലീഷ് തോട്ടാണ്. സോ അവർ ജർമ്മൻ സർട്ടിഫിക്കറ്റ്സ് ഒന്നും ചോദിക്കത്തില്ല. സോ അങ്ങനെ ഇംഗ്ലീഷ് തോട്ട് കോഴ്സ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഡിഗ്രീസ് പഠിച്ചത് ഇംഗ്ലീഷിലാണെന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ തന്നെ മതി, അല്ലെങ്കിൽ IELTS-ൻ്റെ സ്കോർ കാണിച്ചാൽ മതി. സോ അതുകൊണ്ട് ചിലർ ജർമ്മൻ പഠിക്കാതെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. സോ എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ, ജർമ്മനി ആണെന്ന് ചൂസ് ചെയ്താൽ ജർമ്മൻ ലാംഗ്വേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ ഇവിടെ വരണം, ഒരു ബേസിക് അറിഞ്ഞിട്ട് തന്നെ ഇവിടെ വരണം. പിന്നെ അടുത്ത ഒരു സജഷൻ എന്ന് വെച്ചാൽ, ഞാൻ ജർമ്മനി ചെന്നാൽ ഇന്ന ജോലിയെ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ഇന്ന പാർട്ട് ടൈമാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞ ഒരു മൈൻഡ് സെറ്റും ഇവിടെ വർക്കാവത്തില്ല. ഏത് പാർട്ട് ടൈമാണോ കിട്ടുന്നത്, ഞാൻ നാട്ടിൽ അങ്ങനെയായിരുന്നു, ഞാൻ പറഞ്ഞത്, എനിക്ക് ആദ്യം ആ ജോലി ചെയ്തു തുടങ്ങിയപ്പം ഞാൻ നാട്ടിലൊരു അസിസ്റ്റൻറ്റ് മാനേജർ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞൊരു മൈൻഡ് സെറ്റ് വന്നു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എന്നെ ഡിപ്രഷൻ സ്റ്റേജിലോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന്. സോ ഞാൻ എൻ്റെ മൈൻഡിനെ ബ്രോഡ് മൈൻഡ് ആക്കി. സോ എന്ത് ജോലി കിട്ടിയാലും പാർട്ട് ടൈം, അതും ലീഗലി എന്ത് ജോലി കിട്ടിയാലും നമ്മൾ അത് എടുത്ത് ചെയ്യണം. കാരണം ഇവിടെ എന്ത് ജോലി ചെയ്താലും അതിനുള്ള ഒരു റെസ്പെക്റ്റ് ഇവിടെ ഉള്ളവർ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അജിന് ഒരുപാട് താങ്ക്സ്, നമുക്ക് അജിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും ആ ഒരു സ്ട്രഗിളും എല്ലാം പറഞ്ഞു തന്നതിൽ. അപ്പം നിങ്ങളൊരു സ്റ്റുഡൻ്റായി വരുമ്പം എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നിങ്ങളൊരു ജോലി കണ്ടുപിടിക്കുന്നിടം വരെ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം കാലിൽ ഇവിടെ നിൽക്കുന്നിടം വരെ അനുഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് അജിൻ നമുക്ക് പറഞ്ഞു തന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിലും അതും കമൻസിൽ കൊടുക്കുക. ഞങ്ങളുടെ വീഡിയോ എല്ലാം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.